ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എപ്പോഴത്തെയും പോലെ എല്ലാവർക്കും സലാം, നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളുടെ അടുക്കളത്തോട്ടം ഒരു ചെറു ചീരകൃഷി രീതിയും അത് വിളവെടുപ്പ് സന്തോഷ വ്ലോഗ് വീഡിയോയുമാണ്. ഓരോടി പറിച്ചേ ഓരോടി പറ. ആ എന്നിട്ട് എവിടെ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യം തന്നെ പറയട്ടെ, നമുക്കും നമ്മുടെ വീടുകളിൽ നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ ഏകദേശം 20 സ്ക്വയർ ഫീറ്റ് മാത്രം സ്ഥലവും അരമണിക്കൂർ ചിലവഴിക്കുവാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ വിഷമയമില്ലാത്ത കെമിക്കൽ വളങ്ങളൊന്നും തന്നെ ചേർക്കാത്ത ശുദ്ധമായ ഈ നാടൻ പച്ചക്കറിയിൽ കേമനും ഇലക്കറികളിൽ വമ്പനുമായ ഈ ചീരകൃഷി നമുക്കും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കണ്ടോ, ഏകദേശം 20-25 സ്ക്വയർ ഫീറ്റ് ചുറ്റളവ് വരുന്ന ഒരു മൺ ബെഡിലാണ് അഥവാ വാരത്തിന്മേലാണ് 25 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചീരവിത്തുകൾ ഇവിടെ ഇങ്ങനെ പാവിക്കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറു അടുക്കളത്തോട്ടത്തിലെ ചീരകൃഷിയുടെ ബെഡ് അഥവാ അതിൻ്റെ വാരം ചെയ്തെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ഉയരത്തിലും 1/2 മീറ്റർ വീതിയിലും നമ്മുടെ സ്ഥലപരിമിതി അനുസരിച്ചുള്ള നീളത്തിലും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ചീര ബെഡ് നന്നായി ഇളക്കി മറിച്ച് ലെവലാക്കിയിട്ട് വേണം ഈ ചീരവിത്തുകൾ പാകുവാൻ. നമ്മൾ ഈ തയ്യാറാക്കിയ ചീര ബെഡിലേക്ക് അതല്ലെങ്കിൽ ഈ വാരത്തിലേക്ക് ചീരവിത്തുകൾ നേരിട്ട് വിതയ്ക്കാതെ 1/2 ലിറ്റർ നന്നായി ഉണങ്ങിയ മണ്ണോ മണലോ എടുത്തിട്ട് അതിൽ 1 സ്പൂൺ മാത്രം അളവിൽ ചീരവിത്ത് നന്നായി മിക്സ് ചെയ്ത് വേണം ഇതിലേക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ വിതറിക്കൊടുക്കുവാൻ. ഇങ്ങനെ ഈ ചീരവിത്ത് നമ്മൾ ഉണങ്ങിയ മണലിലോ മണ്ണിലോ മിക്സ് ചെയ്യുന്നതോടൊപ്പം അല്പം ഉറുമ്പുപൊടി കൂടി ചേർത്താണ് മിക്സ് ചെയ്ത് നമ്മൾ വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ വിതച്ച് കഴിഞ്ഞ് ഈ വിത്തുകൾ ഉറുമ്പ് വലിച്ചു കൊണ്ടുപോകുന്ന ഉപദ്രവം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ചീരകൃഷി ചെയ്യുവാൻ ഏറ്റവും എളുപ്പമായ രീതി. ചീരകൃഷിയിൽ കൂടുതൽ ഗുണകരമായ മറ്റൊരു രീതിയുണ്ട്. അഥവാ ഒരു സ്ഥലത്ത് ചീരവിത്തുകൾ പാകി ഏകദേശം 10-12 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീര ബെഡിലേക്ക് ഓരോ തൈകളും ഏകദേശം 7 സെൻറ്റിമീറ്റർ അകലം കണ്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണത്. ഈ രീതിയിലാണ് നമ്മൾ ചീരകൃഷി ചെയ്യുന്നതെങ്കിൽ നേരത്തെ ചെയ്ത ചീരകൃഷിയേക്കാൾ നല്ല വിളവും നല്ല കരുത്തോടെയുള്ള തൈകളും നമുക്ക് ലഭിക്കുന്നതാണ്. ചീരവിത്തുകൾ നമ്മൾ വാങ്ങിയിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നതെങ്കിൽ ഈ വാങ്ങിയ വിത്തുകൾ കാലാവധി കഴിഞ്ഞ് പൊട്ടച്ച് പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് വിതയ്ക്കുവാൻ. ശക്തമായ മഴയുള്ള കാലാവസ്ഥയിൽ ആരും ചീരകൃഷി ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ഈ ചീരകൃഷി നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ആയതുകൊണ്ട് പ്രത്യേകിച്ചും വളപ്രയോഗം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഥവാ കെമിക്കലായിട്ടുള്ള വളങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചീരകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കാലിവളങ്ങൾ തന്നെയാണ്. അതുപോലെ എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, വെള്ളത്തിലിട്ട് അതിൻ്റെ തെളി ഇവയെല്ലാം ഇതിനായി ഉപയോഗിക്കാവുന്നതുമാണ്. ചീരയുടെ ഇലയിലുണ്ടാകുന്ന കീടശല്യം ഒരു പരിധിവരെ പനിക്കൂർക്ക ഇല തിളപ്പിച്ചാറ്റിയ വെള്ളം സ്പ്രേ ചെയ്താൽ ഒഴിവാകുന്നതാണ്. നമ്മൾ മലയാളികൾ പൊതുവേ പച്ചക്കറികളോട് വലിയ വിമുഖത കാണിക്കുന്നവരാണെങ്കിലും ഇലക്കറികളിലെ രാജാവായ ചീര വിഭവങ്ങളോട് വലിയ താല്പര്യമുള്ളവരാണ്. അത് കൊച്ചുകുട്ടികളാകട്ടെ, യുവാക്കളാകട്ടെ, യുവതികളാകട്ടെ, പ്രായമായവരാകട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചീര. നേരിട്ട് നല്ല വെയിലും വെളിച്ചവും ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ചീരകൃഷി ചെയ്യുന്നതെങ്കിൽ ഈ ചീരയുടെ ഇലയും തണ്ടും ഇവ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും നല്ല ചുവന്ന കളറിൽ തന്നെയായിരിക്കും. ഇവിടെ ഈ ചീരകൾക്കിപ്പോൾ നല്ല ചുവന്ന നിറമില്ലാത്തത് നല്ല വെയിൽ വെളിച്ചം നേരിട്ട് ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ്.
നമ്മുടെ നാടുകളിൽ ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീര, ജപ്പാൻ ചീര, മൈസൂർ ചീര, മണൽ ചീര തുടങ്ങിയ ഒരുപാടിനം ചീരകളുണ്ടെങ്കിലും അവയിൽ ഒന്ന് മാത്രമാണ് നമ്മൾ ഈ കാണുന്ന ഈ ചുവന്ന ചീര. ഈ ചീരവർഗ്ഗങ്ങളെല്ലാം തന്നെ വിറ്റാമിൻ സിയുടെ കലവറയാണ് എന്നതോടൊപ്പം തന്നെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ധാതു ലവണങ്ങളുടെ സമ്പൽ സമൃദ്ധമാണ് ഈ ചുവന്ന ചീരയും. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് കൃഷി ചെയ്ത് വിളവെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് ചീരകൃഷി. ചീരവിത്ത് പാകിയോ നട്ടോ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ വിളവെടുക്കുന്നത് വരെ എല്ലാ ദിവസവും ചെറിയ രൂപത്തിലെങ്കിലും വെള്ളം പാറ്റി വളരെ ലോലമായി നനച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ നനയുടെ രീതി. മിക്കവാറും ഏതൊരു ശാരീരിക ആരോഗ്യ അവസ്ഥയിലുള്ള ആളുകൾക്കും ഇത് ഭക്ഷിക്കാം എന്നുള്ളതാണ് ഈ ചീര വിഭവത്തിൻ്റെ പ്രത്യേകതയും. കുറച്ചധികം സ്ഥല സൗകര്യങ്ങളും സമയവും കൃഷികാര്യങ്ങളോട് താല്പര്യമുള്ളവരാണെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ലാഭം കൊയ്യുവാൻ ചീരകൃഷിയേക്കാൾ മറ്റൊന്നില്ല എന്ന് പറയേണ്ടി വരും. ചീരവിത്ത് മണ്ണിൽ പാകി 3ന്റെ അന്ന് മുതൽ ഇത് മുള പൊട്ടി കൂമ്പി വരുന്നത് കാണുവാൻ കഴിയും. ഈ ദിവസം മുതൽ 5-8 ദിവസത്തേക്ക് വളരെ ലോലമായിട്ട് മാത്രമേ വെള്ളം തളിച്ചു കൊടുക്കുവാൻ പാടുള്ളൂ. ശക്തമായ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഈ മുള പൊട്ടി വന്നതെല്ലാം മറിഞ്ഞു വീണ് നശിച്ചു പോകുവാനുള്ള സാധ്യതകളുണ്ട്. ചീരവിത്തുകൾ വിതച്ച് 25 ദിവസം അഥവാ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഇവയുടെ വിളവെടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ നട്ട് എല്ലാ ദിവസവും വെള്ളവും വെളിച്ചവും വെയിലും വളവും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലെ 1 മീറ്റർ നീളമുള്ള നല്ല ആരോഗ്യമുള്ള ചീരത്തൈകൾ തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതുമാണ്. നല്ല ഉഷാറോടുകൂടി വളർന്നു വരുന്ന ചീരത്തൈകളുടെ ഇലകളിൽ ചിലപ്പോൾ കീടശല്യങ്ങൾ വല്ലാതെ കണ്ടേക്കാം. ഈ സമയങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ പനിക്കൂർക്ക ഇല പ്രയോഗം നടത്താം. അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം സ്പ്രേ ചെയ്യലുമാകാം. നമ്മൾ സാധാരണ കണ്ടുവരുന്ന നല്ല ഇനം പച്ചച്ചീരകളുടെയും ചുവന്ന ചീരകളുടെയും വിത്തുകൾ നമ്മുടെ അയൽ പ്രദേശങ്ങളിലുള്ള കൃഷിഭവനുകളിലും നഴ്സറികളിലും നമുക്ക് ലഭിക്കുന്നതാണ്. നല്ല ഇനം ചീരവിത്തുകൾക്ക് 1 കിലോവിന് 2500 രൂപയ്ക്ക് മേലെ വരും എന്നുള്ളതാണ് എൻ്റെ അറിവ്. നല്ല ഇനം ചീരവിത്തുകൾ 1 സ്പൂൺ ഉണ്ടെങ്കിൽ ഏകദേശം 50 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നമുക്ക് സുലഭമായിട്ട് ഇത് കൃഷി ചെയ്യാവുന്നതാണ്. ചീര നമ്മൾ പാചകം ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം ഇതുപോലെ ഇതിൻ്റെ തണ്ട് വേറെയും ഇലകൾ വേറെയും വരുന്ന വിധത്തിൽ അരിഞ്ഞു വെക്കുക. അരിയുന്നത് ഏറ്റവും നന്നായി വൃത്തിയായി മണ്ണെല്ലാം കഴുകി വെള്ളം തോർന്ന് പോയതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുകയും ചീരയുടെ ഇലയേക്കാൾ ചീരയുടെ തണ്ടിനാണ് വേവധികമുള്ളത് എന്നുള്ളത് കൊണ്ട് ആദ്യം തണ്ട് വേവിച്ചെടുക്കുകയും അതിനുശേഷം അതിൻ്റെ ഇലയും അതിനോടൊപ്പം തന്നെ വേവിക്കുകയും ചെയ്യുക. ഈ രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ അവസാനം വരെ കണ്ട എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, സലാം, താങ്ക്സ്.